ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള ഒരു സ്വപ്ന പദ്ധതിയെക്കുറിച്ചാണ്. ദ ഗ്രേറ്റ് നിക്കോബാർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. 72,000 മുതൽ 92,000 കോടി വരെ ചെലവ് വരുന്ന ഈ മെഗാ പ്രോജക്റ്റിൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ടൗൺഷിപ്പ് ഉണ്ട്, പിന്നെ പവർ പ്ലാന്റ് ഉണ്ട്. മലാക്ക സ്ട്രെയിറ്റിനടുത്തുള്ളതുകൊണ്ട് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതുകൊണ്ടാണ് സർക്കാർ ഇതിനെ ഭയങ്കര ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഏകദേശം നമ്മൾ ഈ പ്രോജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 85% ഈ പ്രോജക്റ്റിൽ കൊമേഴ്ഷ്യൽ സ്പേസസ് ആണ്. വെറും 6 മുതൽ 12% മാത്രമേ ഡിഫൻസ് സ്പേസ് ഉള്ളൂ. അപ്പോൾ ഒരാൾ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ വിമർശിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നാൽ അവൻ രാജ്യദ്രോഹി ആവില്ല. ഇന്ന് ഇന്ത്യയിൽ എയർപോർട്ട്, പവർ പ്ലാന്റ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പിന്നെ ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചെയ്യുന്നത് കൂട്ടുകാരനും കൂട്ടുകാരനുമാണ്. നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് കുറെ വിവരമില്ലാത്തവരെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. എന്താണ് ഈ വികസനത്തിന്റെ വില എന്നുള്ളത് നമ്മൾ എപ്പോഴും മറന്നുപോകും. ടോട്ടല് ഈ നിക്കോബാർ ഐലൻഡ്സ് ഏകദേശം 910 സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്. അതിൽ 166 സ്ക്വയർ കിലോമീറ്റർ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഏകദേശം 18% ഈ പദ്ധതി വഴി അവിടുത്തെ എൻവയൺമെന്റ്, അവിടുത്തെ ആദിവാസി സമൂഹം, പിന്നെ 2004 സുനാമി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ഏരിയയാണ് ഈ നിക്കോബാർ ഐലൻഡ്സ്. ഇന്ത്യ കാൺപൂരിന്റെ പഠനപ്രകാരം അത് സീസ്മിക് സോൺ 5 ആണ്. അവിടെ ഒരു മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ, അവിടെ ഏതെങ്കിലും ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ സുനാമി ആയാലും മറ്റെന്തായാലും അത് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് മെയിൻലാൻഡിലും കൂടിയാണ്. നമ്മൾ ഇതൊക്കെ മറന്നുകൊണ്ടാണ് കൂട്ടുകാരനും വേണ്ടിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് കൈമാറുന്നത്. പക്ഷേ ഈ ക്രോണിക് ക്യാപിറ്റലിസം ഉണ്ട്. ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും എന്ന് നമ്മുടെ 6-ാം തമ്പുരാനിൽ നമ്മൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഏകദേശം ആ ലൈനിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയും പരിസ്ഥിതിയെ ആഘാതം ഏൽപ്പിക്കുന്നത് കൊണ്ട് ഇതിന് തക്കതായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും വേണം. ഈ പഠനങ്ങളൊന്നും വ്യക്തമായിട്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് പുറത്തോട്ട് വിട്ടിട്ടുമില്ല. നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ആമയും ആമ മുട്ടയോ ആണെന്നാണ്. ശരിയല്ലേ? അതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്നാൽ ഏറ്റവും കൂടുതൽ ആമകളും കടലാമകളും ആമ മുട്ട ഇടുന്ന സ്ഥലവും ഈ നിക്കോബാർ ഐലൻഡ്സ് ആണ്. അപ്പോൾ ഈ ആമ മുട്ടയും ആമയും സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? കേരളത്തിൽ ഇല്ലാത്ത സാധനം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? ഇനി അവിടെയുള്ള കടലാമകളെ ഇവർ പിടിച്ച് ഇനി കേരളത്തിൽ കൊണ്ടുവന്ന് വിടുവോ? എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും വരുന്നു ദേശദ്രോഹി. യെസ്, ദ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് ഈ ഷോംപെയിൻ എന്ന് പറയുന്ന ആദിവാസി സമൂഹം ജീവിക്കുന്നത്. അവരിപ്പോഴും ഹണ്ടർ ഗ്യാദേഴ്സ് ആണ്, വേട്ടയാടി ജീവിക്കുന്ന ആദിവാസി സമൂഹമാണ്. അവരുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ നിക്കോബാറി ഗോത്ര വിഭാഗക്കാർ ഔട്ട്സൈഡ് ലോകമായിട്ട് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും കുറവായിട്ടുള്ള ഒരു സമൂഹമാണ്. അതുപോലെ തന്നെ അത്രയും ഫ്രജൈലായ ഏരിയയുമാണ്. പ്രോജക്റ്റ് വഴി പല അജണ്ടകളാണ്, കോർപ്പറേറ്റ് അജണ്ടകളാണ് മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഹോർമൂസ് കടലിടുക്ക് കണ്ടു. ഈ ഹോർമൂസ് കടലിടുക്കിൽ ആര് കൺട്രോൾ ചെയ്യുന്നോ അവൻ അവിടുത്തെ ട്രേഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവൻ അവിടുത്തെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മലാക്ക സ്ട്രെയിറ്റ്. അതായത് സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും വരുന്ന ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്ന മലാക്ക സ്ട്രെയിറ്റ് ഈ വഴി ആയതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഇന്ത്യയുടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് റൂട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവിടുത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം. നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് വെക്കുമ്പോൾ, അത് ഇത്രയും മാസീവ് സ്കെയിൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണം ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്നാണ്. പൊതുജനത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അടിച്ച് 2 കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളുടെ കൂട്ടുകാരനൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിനെതിരെ പലരും മുമ്പോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചെയ്ത വീഡിയോയിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഫ്രജൈലാണ് അവിടുത്തെ എക്കോസിസ്റ്റം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അണ്ടർ വാട്ടർ ആണെങ്കിലും ശരി, അത് കാടാണെങ്കിലും ശരി, കരയാണെങ്കിലും ശരി, കടൽ തീരമാണെങ്കിലും ശരി. കടൽ തീരം ഒരു വീക്ക്നെസ് ആണ്. അതുകൂടാതെ ഇതിൽ മറ്റൊരു സാധനം വരുന്നുണ്ട്, നിങ്ങളാരും കാണാത്ത, പൊതു മീഡിയ സംസാരിക്കാത്ത ഒരു സംഭവം. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.